ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ്റെ എപ്പിസോഡ് 8 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ടില്ല. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ യൂജിയും പാണ്ഡയും തമ്മിലുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. ഈ ഫൈറ്റിലാണെങ്കിൽ നമ്മുടെ പാണ്ഡ യൂജിനോട് തോറ്റു കൊടുക്കുന്നുണ്ട്. കാരണം അവനറിയാം ഹക്കാരിനെ യൂജിക്കാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക എന്നത്. ഇതിൽ യൂജി ജയിച്ചതുകൊണ്ട് തന്നെ യൂജിന്റെ മേല് അവിടുത്തെ ഓഡിയൻസിന് ഒരു വിശ്വാസം വരികയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ അവർ വെറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹക്കാരിയും കാണുന്നുണ്ട്. ഈ ഹക്കാരിയുടെ കൂടെ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ട്. അവളുടെ പേരാണ് കിരാര. ഈ കിരാര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹക്കാരിയുടെ ഒപ്പം തന്നെ തേർഡ് ഇയർ സ്റ്റുഡന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അടുത്ത സീനിൽ നമ്മുടെ പാണ്ഡ മിഗൂമിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഹക്കാരി എവിടെ ഇരിക്കുന്നുള്ളത് നമ്മുടെ പാണ്ഡയ്ക്ക് അറിയാം. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ഉണ്ട്. ആ ടോപ്പ് പോർഷനിൽ ഒരു മോണിറ്ററി സെക്ഷൻ ഉണ്ട്. അവിടെയാണ് ഹക്കാരി ഇരിക്കുന്നത്. പക്ഷെ ഹക്കാരിന്റെ അടുത്തേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. കാരണം അത് കിരാരയുടെ കേസ് ടെക്നിക് ഉണ്ട് അവിടെ. ഈ കിരാര ഹക്കാരിക്ക് ഒരു ബോഡി ഗാർഡിനെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം വിട്ടു, ഈ കിരാര എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്, ഒരു ഗേൾ അല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തണം എന്ന് വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് എത്താൻ പോവുകയാണ്. യൂജി നേരിട്ട് ഹക്കാരിയുടെ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മിഗൂമിയും പാണ്ഡയും കൂടെ അവിടെയുള്ള എല്ലാത്തിനെയും അടിച്ചു ചുരുട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ ആ ഹൈഡ് ഔട്ടിന്റെ മോണിറ്ററി സെഷനിൽ എത്തിയപ്പോൾ കിരാര ഇവരെ കണ്ടു കഴിഞ്ഞു. പാണ്ഡേന്റെ കൂടെ മിഗൂമിനെ കണ്ടപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് യൂജി ഇവരുടെ കൂടെയുള്ള, അതായത് ജുജുത്സു ഹൈയിലുള്ള ഒരാളാണെന്ന്. ഇതൊക്കെ മനസ്സിലാക്കി കിരാര നേരിട്ട് തന്നെ ഹക്കാരിയുടെ റൂമിലേക്ക് ഓടി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മിഗൂമി അവന്റെ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഇവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. കാരണം ഇവൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവളുടെ കേസ് എനർജി എന്ന് പറയുന്നത്. അങ്ങനെ ഇവൾ ഓടി ഓടി പോകുന്നുണ്ട്. മറിച്ചൊരു സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹക്കാരിയുടെ റൂമിലെത്തിയ യൂജീനെയാണ്. ഇതിനിടയ്ക്ക് ഹക്കാരി യൂജിയുമായിട്ട് ഒരു ഡീൽ വെക്കുന്നുണ്ട്. എടാ, നീ എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചോ, നിനക്ക് ഞാൻ നല്ല പൈസ തരാം എന്ന് ഹക്കാരി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഹക്കാരിക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് വിളിച്ചത് കിരാരായിരുന്നു. ഈ കോള് വന്നപ്പോൾ ഇവരെന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ യൂജിനോട് നിനക്ക് ഗോജോനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂജി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവന് ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഗോജോനെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവനൊരു സ്പൈ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഹക്കാരി യൂജിനെ എടുത്തിട്ടടിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ കിരാരേൻ്റെ കേസ് ടെക്നിക്കിൽ മിഗൂമിയും പാണ്ഡയും പെട്ടുപോകുന്നുണ്ട്. അവനെ പിടിക്കാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് അവൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. കിരാരേൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു മാർക്കിംഗ് സിസ്റ്റം പോലെയാണ് ഒരാളുടെ മേലെ ആക്ട് ആവുന്നത്. ഇവൻ്റെ മാർക്കിങ്ങിൽ 5 പാർട്ട് വരെയുണ്ട്. അതായത് ഒരാൾക്ക് പോകേണ്ട സ്ഥലം 5ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ആ പോകേണ്ട ഭാഗം എന്ന് പറയുന്നത് 1, 2, 3, 4, 5 കടന്ന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മാർക്ക് ചെയ്യാത്ത വേറെ ഏതെങ്കിലും പാർട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചുറ്റി കളിക്കേണ്ടി വരും. ഈ ഒരു ടെക്നിക്ക് നമ്മുടെ മിഗൂമിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അവൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ അക്കാരിനെ പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവനോട് തന്നെ അവൻ്റെ കൈ ഹാൻഡ് ലോക്ക് ചെയ്തിട്ട് മിഗൂമി അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, അവന് എത്രയും പെട്ടെന്ന് ഗോജോനെ പുറത്തിറക്കണം. അതിന് ഇവരുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ കരയുന്നുണ്ട്. അപ്പം തന്നെയാണ് അവിടുത്തെ ഡോറ് പൊളിച്ചുകൊണ്ട് യൂജി പുറമേക്ക് പോകുന്നത്. അപ്പം തന്നെ ഹക്കാരി അതിൻ്റെ ഉള്ളിൽ നിന്ന് മാസമായിട്ട് നടന്നിരുന്നുണ്ട്. അപ്പം തന്നെ കിരാര പറയുന്നുണ്ട്, ഹക്കാരി അവനെ തല്ലണ്ട, അവർ നമ്മുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് ഹക്കാരി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ഇവനെ സഹായിക്കില്ല. ഇവരൊരു നല്ല സോസർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ എന്നെ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ യൂജി ഇത്രയ്ക്ക് അടിക്കിട്ടി ചതഞ്ഞരഞ്ഞിട്ട് യൂജി പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അവൻ്റെ ശക്തിയും അവൻ്റെ വിശ്വാസം കണ്ടിട്ട് ഹക്കാരിക്ക് അവൻ്റെ മേലൊരു ട്രസ്റ്റ് തോന്നുന്നുണ്ട്. അങ്ങനെ ഹക്കാരി സമ്മതിക്കുന്നുണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഇതുവരെ നടന്ന കഥയൊക്കെ മിഗൂമി ഹക്കാരിക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഗോജോ സീലായ കാര്യവും ജുജുത്സു ഹൈൻ്റെ പ്രിൻസിപ്പൾ മരിച്ച കാര്യമൊക്കെ. അങ്ങനെ അവൻ പറയുന്നുണ്ട്, കള്ളിങ് ഗെയിമിൽ ഞാൻ നിൽക്കാം, കള്ളിങ് ഗെയിമിൽ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യണം. അപ്പോൾ തന്നെ പാണ്ഡ പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ജുജുത്സു ഹൈൻ്റെ ആ ഒരു റൂൾ അത് നിനക്ക് മാറ്റണം, അതല്ല നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്കാരി പറയുന്നുണ്ട് അതെ. പക്ഷേ പാണ്ഡ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മിഗൂമി പറയുന്നുണ്ട്, ഞാനാണ് സെനിൻ ക്ലാൻ്റെ ഹെഡ്. അതായത് ഇപ്പോൾ സെനിൻ ക്ലാനിൽ ആരുമില്ല, സെനിൻ ക്ലാൻ്റെ ഹെഡായിട്ടുള്ളത് ഇപ്പോൾ മിഗൂമി മാത്രമാണ്. അപ്പോൾ മിഗൂമി പറയുന്നുണ്ട്, ഈ കാര്യം കേട്ടത് അക്കാരിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത്രയും പവർഫുള്ളായ ഒരു ഫാമിലിൻ്റെ ഒരു മെമ്പർ എന്നോട് സംസാരിക്കുന്നു, എനിക്ക് ഇനി ഇവനെ മതി, അതായത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇവനെക്കൊണ്ട് നിറവേറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഗെയിം മാസ്റ്റർ ആയിട്ടുള്ള കൊഗാരി എന്ന് പറയുന്ന ഷിനിഗാമി അങ്ങോട്ട് എത്തുന്നത്. അത് വന്നത് വേറൊന്നിനുമല്ല, കള്ളിങ് ഗെയിമിൽ ഒരു പുതിയ റൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തത് വൺ ഓഫ് ദ പവർഫുൾ സോഴ്സർ ആയിട്ടുള്ള കാഷിമോവ ആണ്. അവൾ പറയുന്നത് എന്താ വെച്ചാൽ, കള്ളിങ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും അവരുടെ പേരും അവരുടെ വയസ്സും അവരുടെ സ്ട്രെങ്ത്തും അവർ ഇതുവരെ എത്ര റൂൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നോ അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെ മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. ഈ കള്ളിങ് ഗെയിമിൽ ഒരു 100 പോയിന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പുതിയ റൂൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവർ നോക്കുന്നുണ്ട് ഇവളല്ലാണ്ട് വേറെ ആർക്കാ 100 പോയിന്റ് ഉള്ളതെന്ന്. അപ്പോഴാണ് ഇവൾക്ക് ഒരാളെയും കൂടെ കിട്ടുന്നത്. അതിൽ 100 പോയിന്റ് കിട്ടിയ രണ്ടാമത്തെ ആളാണ് ഹിഗുറാമ. ഈ ഹിഗുറാമ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്യാരക്ടറാണ്. അവനെയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ ഹിഗുറാമ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. ഇയാളെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഇയാളുടെ മനസ്സിലേക്ക് ഇയാളുടെ മുന്നിൽ കൂടെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾക്ക് ഇത് താങ്ങാൻ പറ്റാതാവുകയാണ്.
അങ്ങനെ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാളുടെ കേസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അയാളുടെ കേസ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അയാളുടെ കോർട്ടിലുള്ള എല്ലാവരെയും ഇയാൾ വളരെ ബ്രൂട്ടലായിട്ട് തന്നെ പണിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഇയാളുടെ ആ ഒരു ഹാമറില്ലേ, അതിൽ നിന്ന് വലിയൊരു ശിനിഗാമി പുറത്തു വരികയാണ്.